നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ലക്ഷ്യയിലേക്ക് സ്വാഗതം. ഇന്ന് എക്സാം എക്സ്പ്രസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫിസിക്സിന്റെ ഒരു ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം മെയിനായിട്ട് CPO, ഫയർമാൻ, ASM എന്നീ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും എല്ലാ പരീക്ഷകൾക്കുമായിട്ട് ബന്ധപ്പെട്ട് നടത്തി വരുന്ന ഒരു സീരീസാണ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ 2024, 2025 കാലഘട്ടത്തിൽ PSC പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള പുതുതായിട്ടുള്ള ചില ചോദ്യങ്ങളും അവയുടെ ഒരു വിശദീകരണമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഇതാണ് ആദ്യത്തെ ചോദ്യം. ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിൽ വലുതും ചെറുതുമായ പിസ്റ്റണുകളുടെ ആരം 10:1 എന്ന അനുപാതത്തിലാണ്. ചെറിയ പിസ്റ്റണിൽ എത്ര ഭാരം വച്ചാലാണ് 1000 കിലോഗ്രാം ഭാരമുള്ള ഒരു കാർ ഉയർത്താൻ പര്യാപ്തമാവുന്നത്? ഓക്കെയാണ്, ഇതാണ് ആദ്യത്തെ ചോദ്യം. ഓക്കെയാണ്, നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ഓപ്ഷൻ വെറുതെ വായിച്ച് സമയം കളയുന്നില്ല. അപ്പോൾ ഈ ചോദ്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചോദ്യം വന്ന മേഖല ഒന്ന് പരിശോധിക്കാം. നമുക്കറിയാം ഇത് പാസ്കൽ നിയമവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ ചർച്ച ചെയ്ത് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് പാസ്കൽ നിയമം എന്ന് നോക്കാം. എന്താണ് പാസ്കൽ നിയമം? അറിയാം, നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ പഠിക്കാം. അതായത് ഒരു ടൂത്ത് പേസ്റ്റ് ഉണ്ട്. ആ ടൂത്ത് പേസ്റ്റിൻ്റെ നോം ഇതാണ്. ആ ടൂത്ത് പേസ്റ്റിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ പ്രഷർ കൊടുക്കുന്നു, മർദ്ദം കൊടുക്കുന്നു. ആ ടൂത്ത് പേസ്റ്റിൻ്റെ എല്ലാ ഭാഗത്തേക്ക് മർദ്ദം തുല്യമായി വ്യാപിക്കുന്നു. അതിൻ്റെ ഫലമായി ഈ ഓപ്പണിംഗ് വഴി, അതായത് ആ തുറന്നിരിക്കുന്ന ഭാഗം വഴി, ട്യൂബ് വഴി പേസ്റ്റ് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വരുന്നു. ഇതല്ലേ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പാസ്കൽ നിയമം. അപ്പോൾ എന്താണ് ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞൊരു അടഞ്ഞിരിക്കുന്ന ഒരു സിസ്റ്റം അല്ലേ? അതാണ് ക്ലോസ്ഡ് സിസ്റ്റം. അതിന്റെ മലയാളം വാക്കാണ് സംവൃത വ്യൂഹം. ഈ ടൂത്ത് പേസ്റ്റിന്റെ എവിടെയെങ്കിലും ഓട്ട ഉണ്ടായിരുന്നെങ്കിൽ അതുവഴി എന്ത് ചെയ്തേനെ? ആ പേസ്റ്റ് പുറത്തേക്ക് വരത്തില്ലേ? ആ പ്രഷർ എല്ലായിടത്തും തുല്യമായി വ്യാപിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് എന്ത് സിസ്റ്റമാണ്? ക്ലോസ് സിസ്റ്റമാണ്. ഓക്കെ ആണേ. അപ്പോൾ ഒരു സംവൃത വ്യൂഹത്തിൽ, അതായത് ഒരു ക്ലോസ് സിസ്റ്റത്തിൽ ഞാൻ എവിടെയെങ്കിലും പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ഭാഗങ്ങളിലേക്കും തുല്യമായി വ്യാപിക്കുന്നു. ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? പാസ്കൽ നിയമം. ക്ലിയർ അല്ലേ? ബ്ലേസ് പാസ്കൽ എന്ന വ്യക്തിയാണ് ഇത് കണ്ടെത്തുന്നത്. ഇനി വിളിക്കുന്ന പേരാണെന്ത്? പാസ്കൽ നിയമം. സെറ്റാണേ, ഉറപ്പിച്ചേ. അത് കഴിഞ്ഞിട്ട് ഇതിൽ തന്നെ പാസ്കൽ പറയുന്ന ഒരു കാര്യമുണ്ട്. മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല. ഓക്കെ ആണേ. നമുക്കൊരു ദ്രാവകത്തിന് മർദ്ദം ഇങ്ങനെ പ്രയോഗിച്ച് അതിന്റെ വ്യാപ്തം എന്ത് ചെയ്യത്തില്ല? വോളി എന്ത് ചെയ്യാൻ പറ്റില്ല? കുറയ്ക്കാൻ സാധിക്കില്ല. അപ്പൊ ഒന്നുകൂടെ കേട്ടോ, മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല. അതാണ് ഏത്? പാസ്കൽ നിയമവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു അടിസ്ഥാനമായിട്ട് കണക്കാക്കുന്ന നമ്മൾ പഠിച്ചു വെച്ചേ പാസ്കൽ നിയമം. ഈ പാസ്കൽ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക്, ജാക്ക്, പ്രസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം എവിടെ ലിഫ്റ്റ്? കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്ന അങ്ങനെയല്ലേ, ഹൈഡ്രോളിക് ജാക്ക്, ബ്രേക്ക്, പ്രസ്, ലിഫ്റ്റ്. ഓക്കെ ആണേ. ലിഫ്റ്റുമായി ബന്ധപ്പെട്ട് ആണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ലിഫ്റ്റ് സെപ്പറേറ്റ് പറയുന്നത്. പക്ഷെ ലിഫ്റ്റും ഉണ്ട്, ശ്രദ്ധിക്കുക. ഹൈഡ്രോളിക് ബ്രേക്ക്, ജാക്ക്, പ്രസ്, ലിഫ്റ്റ്, എക്സ്കവേറ്റർ അഥവാ മണ്ണുമാന്തി യന്ത്രം. ഓക്കെ ആണേ. അപ്പോൾ ഏതൊക്കെ? ഹൈഡ്രോളിക് ജാക്ക്, ബ്രേക്ക്, പ്രസ്, ലിഫ്റ്റ്, മണ്ണുമാന്തി യന്ത്രം. ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഇതെല്ലാം എന്താണ്? പാസ്കൽ തത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. ക്ലിയർ ആണ്. അങ്ങനെയെങ്കിൽ ഈ ചോദ്യം വന്നിരിക്കുന്ന ഭാഗം ഈ ഭാഗത്തു നിന്നാണ്. ഓക്കെ ആണ്. ഇതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഒരു ചിത്രീകരണം എന്ന് പറയുന്നത്. ഓക്കെ ആണ്. ഇനി ശ്രദ്ധിച്ചേക്കണേ. ഇവിടെ നിങ്ങൾ കണ്ട ഇവിടുത്തെ ഏരിയ, നമ്മൾ ഈ ഭാഗത്തെ ഏരിയ A1 എന്നും അവിടെ പ്രയോഗിക്കുന്ന ബലം F1 എന്നും എടുക്കുന്നു. ഓക്കെ ആണ്. അവിടെ പ്രയോഗിക്കുന്ന ബലം F1 എന്നും ആ ഭാഗത്തെ ഏരിയ A1 എന്നും എടുത്തു. ഇവിടെയാണ് ഈ വാഹനത്തെ ഉയർത്തുന്നത്. അവിടെ കിട്ടുന്ന ബലം F2 എന്നും ആ ഭാഗത്തെ ഏരിയ A2 എന്നും എടുക്കുന്നു. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായി. ഇത് എങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് പറയാം. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ചെറിയൊരു ഭാഗത്ത് ഞാനൊരു ബലം കൊടുത്തു. അപ്പൊ ആ ബലത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഇവിടെ എനിക്ക് ആ വാഹനത്തിന് ഉയർത്താൻ സാധിക്കുന്നു. ഇതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഒരു ചിത്രീകരണം. എങ്ങനെയാണ് ഇതെന്ന് നോക്കണ്ടേ? അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? പാസ്കൽ നിയമപ്രകാരം ദ്രാവകത്തിന്റെ ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ഭാഗത്തും തുല്യമായി വ്യാപിക്കുന്നു. അതായത് ഞാൻ ഒന്നാമത്തെ പോയിന്റ് കൊടുത്ത മർദ്ദം ആയിരിക്കില്ലേ രണ്ടാമത്തെ പോയിന്റ് കിട്ടുന്ന, രണ്ടാമത്തെ പോയിന്റ് കൊടുത്ത മർദ്ദം അല്ലേ മൂന്നാമത്തെ പോയിന്റ് കിട്ടുന്ന. അപ്പൊ P1 = P2 എന്ന് എഴുതുന്നതിൽ തെറ്റുണ്ടാ? ഇനി എനിക്കറിയാം എന്താണെന്നറിയോ? പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയയാണ്. നന്നായിട്ട് അറിയാലോ. പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ബൈ ഏരിയയാണ്. ഓക്കെ ആണേ. ബലം ബൈ വിസ്തീർണമാണ്, അല്ലെങ്കിൽ ബലം ബൈ പരപ്പളവാണ്. ഈ ബലം നമുക്കറിയാം വ്യാപക മർദ്ദം എന്നാണ് ആ ബലത്തെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ആ പേരെന്താണ്? വ്യാപക മർദ്ദം എന്നാണ് പറയേണ്ടത്. പക്ഷെ നമ്മൾ തൽക്കാലം ബലം ബൈ വിസ്തീർണം എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ നമുക്ക് എന്തെഴുതാം? Pയുടെ സ്ഥാനത്ത് F/A എന്ന് എഴുതിക്കൂടെ അല്ലേ? അപ്പൊ P1ന്റെ സ്ഥാനത്ത് എന്തെഴുതാം? F1/A1 എന്നും P2ന്റെ സ്ഥാനത്ത് F2/A2 എന്നും എഴുതി. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഇക്വേഷൻ, ബേസിക് സമവാക്യം എന്ന് പറയുന്നത് എന്താണ്? F1/A1 = F2/A2. ഇപ്പൊ മനസ്സിലായ F1 A1 F2 A2 ഒക്കെ എങ്ങനെ വന്നു എന്ന്? അതായത് ഞാൻ A1 എന്ന് പറയുന്ന ഒരു ഏരിയയിൽ F1 എന്ന് പറയുന്ന ഒരു ബലം പ്രയോഗിക്കുമ്പോൾ
നമുക്കറിയാം ഇവിടെ എല്ലാം മർദ്ദം എന്താണ്, ഇങ്ങനെ തുല്യമായി വ്യാപിക്കുന്നു. അങ്ങനെ തുല്യമായി വ്യാപിച്ച് ഇവിടെ എനിക്കൊരു ഫോഴ്സ് ലഭിക്കും. ആ ഫോഴ്സ് ഉപയോഗിച്ച് ഈ A2 എന്ന് പറയുന്ന ഏരിയയിലുള്ള വസ്തുവിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉയർത്താൻ സാധിക്കും. ക്ലിയർ ആണേ? അപ്പൊ F1/A1 = F2/A2. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യനില് ആരം നല്ലേ തന്നിരിക്കുന്ന അല്ലേ. അപ്പൊ ഇവിടെ എന്താണെന്നറിയോ, ഇവിടെ നമ്മൾ മറ്റൊരു സമവാക്യം കൂടെ കണക്കാക്കണം. എന്താണെന്നറിയോ, ഇതൊരു സിലിണ്ടറിക്കൽ പിസ്റ്റൺ അല്ലേ, അതിന്റെ ഏരിയ നമ്മൾ πr² എന്ന് കണക്കാക്കുന്നു. ഓക്കെ ആണ്. മറ്റൊരു സമവാക്യം കൂടെ ഹൈഡ്രോളിക് ലിഫ്റ്റിന് പറയുന്നുണ്ട്, അതാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടുത്തെ ഏരിയ നമ്മൾ എന്തെന്ന് കണക്കാക്കുന്നു, πr² എന്ന് കണക്കാക്കുന്നു. ഇനി നിങ്ങൾക്ക് എളുപ്പമല്ലേ, F1/A1 = F2/A2 എന്നല്ലേ സമവാക്യം. അപ്പൊ F1/A1ന്റെ സ്ഥാനത്ത് π × R1 അങ്ങനെയല്ലേ. A1 എന്ന് പറഞ്ഞ ഏരിയ, അപ്പൊ അതിന്റെ റേഡിയസ് R1 എന്നല്ലേ എടുക്കാളാം. F2ന്റെ സ്ഥാനത്ത് π × R2². ക്ലിയർ ആണേ? ഇത്രയും ഉറപ്പിച്ച ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം, F1/R1² = F2/R2². ഇതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പാസ്കൽ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി പറയുന്ന മറ്റൊരു സമവാക്യം. ഓക്കെ ആണ്. അപ്പൊ F1/A1 = F2/A2, അല്ലെങ്കിൽ എങ്ങനെയും പറയാം F1/R1² = F2/R2². ക്ലിയർ ആണേ? ഇവിടെ വലുതും ചെറുതുമായ പിസ്റ്റണുകളുടെ ആരോന്നല്ലേ. ഈ ചിത്രം നോക്കുമ്പം ശ്രദ്ധിക്കണേ, ഇതല്ലേ ചെറിയ പിസ്റ്റൺ, ഇതല്ലേ വലിയ പിസ്റ്റൺ. ക്ലിയർ ആണേ? അപ്പൊ ചെറിയ പിസ്റ്റൺ 1 എന്നും വലിയ പിസ്റ്റൺ 2 എന്നും കൊടുക്കുകയാണെങ്കിൽ വലുതും ചെറുതുമായ പിസ്റ്റണുകളുടെ ആരോ എന്ന് പറഞ്ഞാൽ R2:R1 അങ്ങനെയല്ലേ അനുപാതം എടുക്കൂ. അതല്ലേ നിലവിൽ 10:1 എന്ന് തന്നിരിക്കുന്നത്. ക്ലിയർ ആണേ? ഉറപ്പിച്ചേ. മാത്രമല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ, അവിടെ ഇരിക്കുന്ന വസ്തുവിന്റെ, അതായത് ഞാൻ എടുത്തുയർത്തേണ്ട വസ്തുവിന്റെ മാസ് 1000 കിലോ എന്ന് തന്നിട്ടില്ലേ. ക്ലിയർ അല്ലേ? അതായത് നിങ്ങൾ ഈ കാർ ഇരിക്കുന്ന ഭാഗം ശ്രദ്ധിച്ച്, ഇവിടുത്തെ മാസാണ് എത്രയെന്ന് തന്നിരിക്കുന്ന 1000 കിലോ, അതല്ല 2 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം, M2ന്റെ വിലയല്ലേ 1000 കിലോഗ്രാം. ഓക്കെ ആണേ? M2ന്റെ വിലയല്ലേ 1000 കിലോഗ്രാം. ക്ലിയർ ആണോ പറഞ്ഞത്? ഉറപ്പിച്ചേ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, നമ്മുടെ സമവാക്യ പ്രകാരം F1/R1² = F2/R2². ഓക്കെ അല്ലേ? പക്ഷെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്, എത്ര ഭാരം വച്ചാലാണ് എന്നാണ്. അപ്പോ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമില്ലേ, ഭാരം കണക്കാക്കുന്ന സമവാക്യം W = mg. ഇത് തന്നെയല്ലേ ഫോഴ്സ് അല്ലേ. ഭാരം കണക്കാക്കുന്ന സമവാക്യം W = mg. അങ്ങനെയല്ലേ നമ്മൾ ബലവും ഭാരവും തുല്യമാണെന്ന് പഠിച്ചിട്ടുള്ള. അപ്പൊ ആ ബലം കണ്ടുപിടിക്കുന്ന സമവാക്യം എന്താണ്, mg അല്ലേ. അപ്പൊ F1ന്റെ സ്ഥാനത്ത് എനിക്ക് എന്ത് എഴുതാം, W1 എന്ന് എഴുതാം, R1² എന്ന് എഴുതാം, F2ന്റെ സ്ഥാനത്ത് W2 എന്ന് എഴുതാം, R2² എന്ന് എഴുതാം. ക്ലിയർ ആണ്? ഇത്രയും പറഞ്ഞത് ഉറപ്പാണേ. ഇനി എന്താണ് നമ്മൾ ചെയ്യുന്ന, W1 എന്ന് പറഞ്ഞാൽ M1 × G അങ്ങനെയല്ലേ. ഭാരം എന്ന് പറയുന്നത് മാസ് × ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ക്ലിയർ ആണേ? ബൈ R1². അടുത്ത W2 എന്ന് പറഞ്ഞാൽ ഓക്കെ അല്ലേ, രണ്ടാമത്തെ വസ്തുവിന്റെ മാസ് × G അല്ലേ, ബൈ എന്താണ് R2². മനസ്സിലായേ? ഇവിടെ രണ്ടിടത്തും G ഇല്ലേ. ക്ലിയർ ആണേ? അപ്പൊ എങ്ങനെയും പറയാം M1/R1² = M2/R2². ക്ലിയർ ആണോ? ഇവിടെ കണ്ടുപിടിക്കേണ്ട മാസ് M1ന്റെ മാസ് അല്ലേ. അപ്പൊ എങ്ങനെ എഴുതാം, M2 × R1²/R2². M1 കണ്ടുപിടിക്കാൻ M2ന്റെ വില 1000 കിലോഗ്രാം എന്ന് അവർ തന്നിട്ടുണ്ട്. ഇനി R2:R1 ആണ് 10:1. അപ്പൊ R1:R2 എന്ന് പറഞ്ഞാൽ എന്താണ്, 1:10 അല്ലേടെ. അപ്പം 1/10. പക്ഷെ അതിന്റെ എന്ത്, സ്ക്വയർ. അപ്പൊ എങ്ങനെ എഴുതാം, 1000 × 1/100 എന്ന് എഴുതിക്കൂടെ. അതായത് ഇവിടെ കിട്ടുന്ന ആൻസർ എത്ര കിലോ, 10 കിലോ. ക്ലിയർ ആണോ പറഞ്ഞ്? അപ്പോ അവിടെ ഭാരം എന്നാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നതെങ്കിലും അതിന്റെ അർത്ഥം ഒരു മാസമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ ആണേ? ഈ ചോദ്യപ്രകാരം നമുക്ക് കിട്ടുന്ന ആദ്യ ഭാഗത്ത് നമ്മൾ വയ്ക്കേണ്ട പിണ്ഡത്തിന്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര കിലോ, 10 കിലോ. ക്ലിയർ ആണോ പറഞ്ഞത്? മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, ഒരു വസ്തുവിന്റെ ഒരു ഗ്രഹത്തിൽ നിന്നുള്ള പാലായന പ്രവേഗം വസ്തുവിന്റെ ദ്രവ്യവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതും 24-25 കാലഘട്ടത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഞാൻ ആ ഓപ്ഷൻ ഒന്ന് വായിക്കുകയാണേ. നേരനുപാതം, വിപരീത അനുപാതം, ദ്രവ്യത്തിന്റെ വർഗം, ദ്രവ്യവുമായി ബന്ധമില്ല. ഇപ്പൊ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിന്റെ ആൻസർ ദ്രവ്യവുമായി ബന്ധമില്ല എന്നുള്ളതാണ്. ഓക്കെ ആണേ? അപ്പൊ പിന്നെ എന്താണ് പലായന പ്രവേഗം?
എന്തിനോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് അറിയണ്ടേ? നമുക്ക് നോക്കാം. പലായന പ്രവേഗം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണേ, ഒരു ഗോളത്തിന്റെ ആകർഷണ ബലത്തെ മറികടക്കാൻ ഒരു വസ്തു കൈവരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗത്തെയാണ് പലായന പ്രവേഗം എന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുകയെ? ഒന്നുകൂടെ, ഒരു ഗോളമുണ്ട്, അതിനൊരു ആകർഷണ വലയമുണ്ട്. ആ ആകർഷണ വലയത്തെ മറികടക്കാൻ ആ വസ്തുവിനുണ്ടായിരിക്കേണ്ട ഒരു കുറഞ്ഞ വേഗതയെ, ഏറ്റവും കുറഞ്ഞ വേഗത എത്രയാണോ അതിനെ വിളിക്കുന്ന പേരാണ് പലായന പ്രവേഗം. ഇനി ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഗോളം ഭൂമിയായിട്ട് സങ്കല്പിച്ച് എങ്ങനെ പറയാം? ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ മറികടക്കാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് ഭൂമിയുടെ പലായന പ്രവേഗം. ചന്ദ്രന്റെ ആകർഷണ ബലത്തെ മറികടക്കാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് ചന്ദ്രന്റെ പലായന പ്രവേഗം. ഒന്ന് നോക്കിക്കേ, ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ പുറത്തേക്ക് കടക്കാൻ ഒരു വസ്തു സഞ്ചരിക്കേണ്ടുന്ന ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പലായന പ്രവേഗം. ഇത് മുന്നേ നമ്മൾ പഠിച്ചിട്ടില്ലേടെ? പാലായന പ്രവേഗം, ഭൂമിയുടെ പാലായന പ്രവേഗം എത്ര? 11.2 km/s. എല്ലാവർക്കും അറിയേ ഭൂമിയുടെ പാലായന പ്രവേഗം എത്ര? 11.2 km/s. ഇതൊക്കെ നമ്മൾ ബേസിക് അറിവായിട്ട് എല്ലാവരും പഠിച്ചു വെക്കുന്നതല്ലേ? പക്ഷെ ഇതാണോ അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ? അല്ല. ഇവിടെയാണ് പാലായന പ്രവേഗത്തിന്റെ സമവാക്യം പഠിച്ച ഒരാളുടെ ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. പാലായന പ്രവേഗം പഠിച്ച ഒരാൾക്കറിയാം, പാലായന പ്രവേഗം കണ്ടെത്തേണ്ട സമവാക്യം √2gm/r. ഓക്കെ ആണ്. നിങ്ങളെ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി എമ്മിന്റെ സഫിക്സ് ഞാൻ ഇ എന്നും ആറിന്റെ സഫിക്സ് ഞാൻ ഇ എന്നും ഇടുന്നു. അപ്പൊ നിങ്ങൾ എന്നോട് തിരിച്ചു പറഞ്ഞു തരും, പാലായന പ്രവേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ, ഭൂമിയുടെ പാലായന പ്രവേഗമാണ് കണക്കാക്കുന്നതെങ്കിൽ അത് ഭൂമിയുടെ പിണ്ഡവും ഭൂമിയുടെ ആരവുമാണ്. ക്ലിയർ ആണേ? അപ്പൊ ഭൂമിയിലെ പാലായന പ്രവേഗമാണ് കണക്കാക്കേണ്ടതെങ്കിൽ ഭൂമിയുടെ പിണ്ഡം, ഭൂമിയുടെ ആരം. ക്ലിയർ ആണ്? നിർത്തരുത്. കാരണം പാലായന പ്രവേഗത്തിന് മറ്റൊരു സമവാക്യമുണ്ട്, അതാണ് √2gr. ഓക്കെ ആണേ? അപ്പൊ പാലായന പ്രവേഗത്തിന്റെ രണ്ടാമത്തെ സമവാക്യം ഏതാണ്? √2gr. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ആർ അപ്പോഴും റേഡിയസ് ഓഫ് ദ എർത്ത് ആണ്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ജി ഇല്ലേ, അതായത് പലായന പ്രവേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ ഭൂമിയുടെ പിണ്ഡം, ഭൂമിയുടെ ആരം, വേണ്ട ഈ ജി ഇല്ലേ, ഗുരുത്വ ത്വരണം. ഭൂമിയുടെ പിണ്ഡം, ഭൂമിയുടെ ആരം, ഗുരുത്വ ത്വരണം. ഭൂമിയുടെ പിണ്ഡം, ഭൂമിയുടെ ആരം, ഗുരുത്വ ത്വരണം. ക്ലിയർ ആണ്? പലായന പ്രവേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഭൂമിയുടെ പിണ്ഡം, ഭൂമിയുടെ ആരം, ഗുരുത്വ ത്വരണം. ഇത് പ്രീവിയസ് +2 നിലവാരത്തിലെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണോ? അപ്പൊ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചോളൂ. പലായന പ്രവേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ആരൊക്കെ? ഭൂമിയുടെ പിണ്ഡം, ഭൂമിയുടെ മാസ്, ഭൂമിയുടെ ആരം, ഭൂമിയുടെ റേഡിയസ്, ഗുരുത്വാകർഷണ ത്വരണം. ഇനി ചന്ദ്രനിലെ പലായന പ്രവേഗം, അത് ചന്ദ്രനിൽ നിന്ന് ഒരു വസ്തുവിന് രക്ഷപ്പെട്ടു പോകണമെങ്കിൽ എന്തോ ആയിരിക്കും അതിന്റെ ഒരു കണ്ടീഷൻ എന്ന് ചോദിച്ചാൽ, ചന്ദ്രന്റെ പിണ്ഡം, ചന്ദ്രന്റെ ആരം, ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം. ക്ലിയർ ആണോ പറഞ്ഞത്? ഉറപ്പിച്ചേ. അപ്പൊ അവിടുന്ന് പലായന പ്രവേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഭൂമിയുടെ പിണ്ഡം, ഭൂമിയുടെ ആരം, ഗുരുത്വ ത്വരണം. അവിടെ ദ്രവ്യവുമായി പലായന പ്രവേഗത്തിന് എന്തില്ല? ബന്ധമില്ല. ഓക്കെ ആണേ? വസ്തുവിന്റെ ദ്രവ്യവുമായി അല്ലെങ്കിൽ വസ്തുവുമായിട്ട് തന്നെ അവിടെ എന്തില്ല? പലായന പ്രവേഗത്തിന് ബന്ധമില്ല. നിങ്ങൾ നോക്കിക്കേ, ഒരു ആനയ്ക്ക് ഇവിടുന്ന് പോകണമെങ്കിലും, ഒരു ഉറുമ്പിന് ഇവിടുന്ന് പോകണമെങ്കിലും, ഓക്കെ ആണേ, ഒരു തിമിംഗലത്തിന് ഇവിടുന്ന് പോകണമെങ്കിലും ആ തിമിംഗലത്തിന്റെ പിണ്ഡവുമായി അല്ലെങ്കിൽ ദ്രവ്യവുമായി ഈ പറയുന്ന പലായന പ്രവേഗത്തിന് എന്തില്ല? ബന്ധമില്ല. അവിടെ ആർക്കേ ബന്ധമുള്ളൂ? ഭൂമിയുടെ ആരം എന്താണോ അതിന് ബന്ധമുണ്ട്, ഭൂമിയുടെ പിണ്ഡം എന്താണോ അതിന് ബന്ധമുണ്ട്, ഗുരുത്വ ത്വരണം എന്താണോ അതിന് ബന്ധമുണ്ട്. ക്ലിയർ ആണോ പറഞ്ഞത്? ഉറപ്പാണേ? ഉറപ്പിച്ചേ. ഇപ്പൊ ഭൂമിയുടെ പലായന പ്രവേഗം എത്ര? 11.2 km/s. ഓക്കെ ആണേ? ഇതിനോട് ചേർന്ന് PSC അടുത്ത് ചോദിച്ച ഒരു ചോദ്യം കൂടെ നമ്മളൊന്ന് ചർച്ച ചെയ്യാം. ഓക്കെ ആണേ? ചോദ്യം എങ്ങനെയാണ്? പലായന പ്രവേഗവും ഓർബിറ്റൽ പ്രവേഗവും തമ്മിലുള്ള റേഷ്യോ എത്രയാണ്, അനുപാതം എത്രയാണ് എന്നുള്ളത്. ഓക്കെ ആണേ? അപ്പൊ ഓർബിറ്റൽ പ്രവേഗത്തെ കുറിച്ചൊരു ധാരണ വേണ്ടേ? ഓർബിറ്റൽ പ്രവേഗം എന്താണെന്ന് നമുക്കൊരു ബേസിക് എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇത് ഭൂമിയല്ലേ? ഭൂമിക്ക് ചുറ്റും സാറ്റലൈറ്റുകൾ തിരിയാറില്ലേ ഒരു നിശ്ചിത ഓർബിറ്റിൽ കൂടി? ഓക്കെ അല്ലേ? അങ്ങനെ ഒരു സാറ്റലൈറ്റിന് മറ്റൊരു വസ്തുവിനെ റിവോൾവ് ചെയ്യാൻ, ഒരു ഓർബിറ്റിൽ കൂടെ റിവോൾവ് ചെയ്യാൻ, ഓക്കെ ആണേ, ഒരു ഓർബിറ്റിൽ കൂടി റിവോൾവ് ചെയ്യാൻ ആവശ്യമായ പ്രവേഗത്തെയാണ് ഓർബിറ്റൽ പ്രവേഗം അഥവാ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണേ? ഇപ്പോൾ ഒരു സാറ്റലൈറ്റിന് ഭൂമിയുടെ ഭൂമിയെ ചുറ്റാനായിട്ട്, ഭൂമി ഒരു ഓർബിറ്റിൽ കൂടെയാണ് ആ സാറ്റലൈറ്റ് ചുറ്റുന്നത്, ആ ഓർബിറ്റിൽ കൂടെ ചുറ്റാനായിട്ട് ആ പറയുന്ന വസ്തുവിനുണ്ടായിരിക്കേണ്ട പ്രവേഗത്തെയാണ് ഓർബിറ്റൽ പ്രവേഗം എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണേ? സോ ശ്രദ്ധിച്ച് കേൾക്കണേ,
ഇത് ഭൂമിയുടെ ആരമല്ലേ, ഇത് ഭൂമിയിൽ നിന്ന് ആ വസ്തു നിൽക്കുന്ന ദൂരമല്ലേ ഞാൻ അതിനെ എച്ച് ആയിട്ട് എടുക്കുന്നത് ജനറലി. അപ്പോൾ ഓർബിറ്റൽ പ്രവേഗം എന്താണ് അല്ലെങ്കിൽ കണ്ടെത്തുന്ന സമവാക്യം ചോദിച്ചാൽ റൂട്ട് ജി എം ബൈ ആർ പ്ലസ് എച്ച് എന്നാണ്. ഓക്കെ ആണേ, റൂട്ട് ജി എം ബൈ ആർ പ്ലസ് എച്ച്. ജസ്റ്റ് ഒന്ന് കേൾക്കണേ, റൂട്ട് ജി എം ബൈ ആർ പ്ലസ് എച്ച്. ക്ലിയർ ആണേ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഭൂമിയുടെ ആരം നമുക്കറിയാം വലുതാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഉയരം കുറവാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ഓർബിറ്റൽ പ്രവേഗം കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന സമവാക്യമാണ് റൂട്ട് ടു ജി എം ബൈ ആർ. ഓക്കെ ആണേ, അതായത് ഈ ദൂരം അല്ലെങ്കിൽ ഈ ഉയരം ഭൂമിയുടെ ആരം വെച്ച് നോക്കുമ്പോൾ കുറവാണെങ്കിൽ, ചെറുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? ഈ എച്ചിൻ്റെ വില വളരെ ചെറുതായതുകൊണ്ട് എച്ചിനെ കണക്കാക്കുന്നില്ല, പകരം നമ്മൾ കണക്കാക്കുന്നതാണ് റൂട്ട് ജി എം ബൈ ആർ. ക്ലിയർ ആണോ? അപ്പോൾ ഓർബിറ്റൽ പ്രവേഗം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ പറയാം, റൂട്ട് ജി എം ബൈ ആർ പ്ലസ് എച്ച്, അതുപോലെ റൂട്ട് ജി എം ബൈ ആർ. അപ്പൊ ഇത് ഇനി നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഓർബിറ്റൽ പ്രവേഗം എന്താണ്? റൂട്ട് ജി എം ബൈ ആർ. ക്ലിയർ ആണേ? മനസ്സിലായേ? ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. പലായന പ്രവേഗവും ഓർബിറ്റൽ പ്രവേഗവും തമ്മിലുള്ള ബന്ധമല്ലേ? പലായന പ്രവേഗം വി ഇ, ഓർബിറ്റൽ പ്രവേഗം വി ഒ. നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം പലായന പ്രവേഗം റൂട്ട് ടു ജി എം ബൈ ആർ അല്ലേ, ഈസ് ടു. എന്താണ് ഓർബിറ്റൽ പ്രവേഗം? റൂട്ട് ജി എം ബൈ ആർ. ക്ലിയർ ആണേ? മനസ്സിലായേ? അപ്പൊ ഇവിടെ നിന്ന് എന്താണ് കണ്ടെത്തുന്നതെന്ന് ചോദിച്ചാൽ ഈ റൂട്ടിനെ ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണേ. റൂട്ട് ടു ഇൻറ്റു റൂട്ട് ജി എം ബൈ ആർ ഈസ് ടു റൂട്ട് ജി എം ബൈ ആർ. ഇങ്ങനെയല്ലേടെ? ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ റൂട്ട് ജി എം ബൈ ആർ ഉണ്ട്, ഇവിടെ റൂട്ട് ജി എം ബൈ ആർ ഉണ്ട്. ഇവർ തമ്മിലുള്ള അനുപാതം എന്ത് വരും? റൂട്ട് ടു ഈസ് ടു. ക്ലിയർ ആണോ? അപ്പൊ പാലായന പ്രവേഗവും ഓർബിറ്റൽ പ്രവേഗവും തമ്മിലുള്ള അനുപാതം എന്താണ്? റൂട്ട് ടു ഈസ് ടു 1. ക്ലിയർ ആണേ? ഉറപ്പിച്ചേ. അതുപോലെ ഇങ്ങനെയും ചോദിക്കാം, വി ഇ ബൈ വി ഒ അല്ലേ റൂട്ട് ടു ബൈ 1. ക്ലിയർ അല്ലേ? അപ്പൊ വി എന്തായിരിക്കും? റൂട്ട് ടു വി ഒ. ക്ലിയർ ആണേ? വി എന്ന് പറയുന്നത് റൂട്ട് ടു വി ഒ. ഈ റൂട്ട് ടുവിന് മാത്രമേ ഉള്ളൂ, വി ഒക്ക് റൂട്ടില്ല. ക്ലിയർ ആണോ പറഞ്ഞത്? ഇത് രണ്ടും പ്രീവിയസ് +2 നിലവാരത്തിലുള്ള പരീക്ഷകൾക്ക് കൂടി ചോദിച്ചതാണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ അടുത്ത് നടന്ന മറ്റൊരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഒരു പ്രൊജക്ടൈലിന്റെ പറക്കൽ സമയം 2 സെക്കൻഡ് ആണ്, അതിന്റെ പരമാവധി ഉയരം കണക്കാക്കുക. അവർ ജിയുടെ വില എത്ര തന്നിട്ടുണ്ട്? 10 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ തന്നിട്ടുണ്ട്. ഓപ്ഷനുകളിലേക്ക് നമ്മൾ കടക്കുന്നില്ല, കാരണം നമുക്ക് ഈ പ്രൊജക്ടൈൽ ചലനം എന്താണെന്ന് മനസ്സിലാക്കണം. ക്ലിയർ ആണേ? അപ്പൊ എന്താണ് പ്രൊജക്ടൈൽ ചലനം? പ്രൊജക്ടൈൽ ചലനത്തിന് NCERT പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്ന വിശദീകരണമാണ് നമ്മളോട് ചർച്ച ചെയ്യുന്നത്. എറിയുകയോ വിക്ഷേപിക്കുകയോ ചെയ്ത ശേഷം ഒരു വസ്തു അതിന്റെ പറക്കൽ എന്ന അവസ്ഥയിലാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്രൊജക്ടൈൽ എന്ന് വിളിക്കാം. നമ്മൾ എറിയുകയോ വിക്ഷേപിക്കുകയോ ചെയ്ത ശേഷം ആ വസ്തു അതിന്റെ പറക്കൽ എന്ന അവസ്ഥയിലാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്രൊജക്ടൈൽ ചലനം എന്നോ പ്രൊജക്ടൈൽ മോഷൻ എന്നോ വിളിക്കാം. അതിന് ബേസ് ബോൾ, ബാസ്കറ്റ് ബോൾ, ജാവലിൻ ത്രോ ഇതൊക്കെ നമ്മൾ എയറിലോട്ട് എറിയുന്ന സമയത്ത് അതെല്ലാം എന്ത് തന്നെയാണ്? പ്രൊജക്ടൈൽ ചലനത്തിന് ഉദാഹരണമാണ്. ക്ലിയർ ആണേ? അതായത് ഞാനൊരു വസ്തുവിനെ ഒരു നിശ്ചിത പ്രവേഗത്തിൽ വിക്ഷേപിച്ച് കഴിഞ്ഞാൽ ആ വസ്തു പിന്നെ ഗുരുത്വാകർഷണ ബലത്തിന്റെ സ്വാധീനത്തിലായിരിക്കും. ക്ലിയർ ആണേ? പിന്നെ ആ വസ്തുവിനെ നിയന്ത്രിക്കുന്ന ഗുരുത്വാകർഷണം, എനിക്ക് ആ വസ്തുവിനെ വിക്ഷേപിക്കുന്ന സമയത്ത് മാത്രമേ അതെന്തുള്ളൂ? ഒരു പ്രവേഗമുള്ളൂ. അത് കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഗുരുത്വാകർഷണ ബലമാണ്. ആ ചലനം നമുക്ക് എന്തെന്ന് പറയാം? പ്രൊജക്ടൈൽ ചലനം എന്ന് പറയാം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് PSC പല പല പരീക്ഷകൾക്ക് ചോദിച്ച എളുപ്പമുള്ള ചോദ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഒരു പ്രൊജക്ടൈലിന്റെ പാത എന്താണ്? പരാബോളയാണ്. ഓക്കെയാണ്? നമുക്ക് വരച്ചു കഴിയുമ്പോൾ അറിയാം ഒരു പ്രൊജക്ടൈൽ ഇത് ഇങ്ങനെയല്ലേ, അതെന്താണ്? പാത പരാബോളയായി. ചിലപ്പോൾ ചോദിക്കാറുണ്ട് പ്രൊജക്ടൈലിന്റെ ട്രജക്ടറി. അപ്പൊ ട്രജക്ടറി എന്ന് ഉദ്ദേശിച്ചതും പാത തന്നെയാണ്. പ്രൊജക്ടൈലിന്റെ ട്രജക്ടറി എന്ന് ചോദിച്ചാൽ എന്ത് തന്നെ? പരാബോള. ക്ലിയർ ആണ്? അപ്പോൾ ഒരു പ്രൊജക്ടൈലിന്റെ പാത എന്താണ്? പരാബോള. ഒരു പ്രൊജക്ടൈലിന്റെ ട്രജക്ടറി എന്ന് ചോദിച്ചാൽ എന്താണ്? പരാബോള. ക്ലിയർ ആണേ? ഉറപ്പിച്ചേ. നമുക്കറിയാം ഒരു പ്രൊജക്ടൈലിനെ പരമാവധി ദൂരത്തിലേക്ക് എത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പരമാവധി ദൂരത്തിൽ എത്തിക്കണമെങ്കിൽ അതിനെ വിക്ഷേപിക്കേണ്ട കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കണം? 45 ഡിഗ്രി ആയിരിക്കണം. ഇത് മുൻപ് PSC പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഒരു പ്രൊജക്ടൈലിനെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ നമുക്ക് പരമാവധി ദൂരത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ആ പ്രൊജക്ടൈലിനെ വിക്ഷേപിക്കേണ്ട കോണളവ് എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രിയാണ്. ഇനി ഈ ചോദ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ചോദ്യത്തിലെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ ചോദ്യത്തിനെ എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാം എന്നുള്ളത് ഈ പ്രൊജക്ടൈൽ മോഷന്റെ 3 പദങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതോടുകൂടി സാധ്യമാണ്. അതിൽ ആദ്യത്തെ പദമാണ് പറക്കൽ സമയം എന്ന് പറയുന്നത്. ഓക്കെ ആണേ? പറക്കൽ സമയം അഥവാ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയും. രണ്ടാമത്തെ പദമാണ് റേഞ്ച് അഥവാ തിരശ്ചീന പരിധി എന്ന് പറയും. മൂന്നാമത്തെ പദമാണ് മാക്സിമം ഹൈറ്റ് അഥവാ പരമാവധി ഉയരം. ഓക്കെ ആണേ? അപ്പൊ നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ആ വാക്ക് കേട്ടെ, പറക്കൽ സമയം. സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഓക്കെ? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിതെല്ലാം മാറ്റാം.
ഇനി നമുക്ക് വേറെ രീതി പറയാം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഒരു വിമാനത്തിന് അബുദാബി വിമാനത്താവളത്തിൽ എത്തണമെങ്കിൽ അതിന്റെ പറക്കൽ സമയം 4.5 മണിക്കൂറാണ്. അപ്പൊ എന്താണ്, ആ പാത കൈവരിക്കാൻ എടുക്കുന്ന സമയം, അതല്ലേ അത് ഉദ്ദേശിക്കുന്നത്? അതുപോലെ തന്നെയാണ് പറക്കൽ സമയം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്ടൈലിന് അതിന്റെ പാത പൂർത്തീകരിക്കാൻ എടുക്കുന്ന സമയമാണ് പറക്കൽ സമയം എന്ന് പറയുന്നത്. ഓക്കെ ആണ്, ഒരു പ്രൊജക്ടൈലിന് അതിന്റെ പാത പൂർത്തീകരിക്കാൻ എടുക്കുന്ന സമയമാണ് എന്ന് പറയുന്നത് പറക്കൽ സമയം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? അടുത്ത് എന്താണ് റേഞ്ച്? നമുക്കറിയാം നീരജ് ചോപ്ര ജാവലിൻ ത്രോയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഓക്കെ ആണ്, അങ്ങനെ നീരജ് ചോപ്ര ഒരു ജാവലിൻ ഇങ്ങനെ എറിയുന്ന സമയത്ത് നമുക്ക് അതിന്റെ പാത നോക്കിയാൽ നമ്മൾ ഇങ്ങനെയല്ലേ അതിന്റെ പാത പോകുന്ന, ഇങ്ങനെ പോയി വന്ന് വീഴുന്നത്. നമ്മളിത് എങ്ങനെയാണ് അളക്കുന്നത്? ഞാൻ ഈ വിക്ഷേപിച്ച ആ ഭാഗത്ത് മുതൽ അതെവിടെയാണോ വീണത് ആ ഭാഗം വരെ ഇങ്ങനെ തിരശ്ചീനമായിട്ടല്ലേ അളക്കുന്നത്. ഈ ദൂരത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? തിരശ്ചീന പരിധി എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഒരു പ്രൊജക്ടൈൽ സഞ്ചരിച്ച ആകെ തിരശ്ചീന ദൂരമാണ് തിരശ്ചീന പരിധി. ഓക്കെ ആണ്, ഒരു പ്രൊജക്ടൈൽ സഞ്ചരിച്ച ആകെ തിരശ്ചീന ദൂരമാണ്, അതാണ് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്. അതിനെ വിളിക്കുന്ന പേരാണ് തിരശ്ചീന പരിധി അഥവാ റേഞ്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണ്, മാക്സിമം ഹൈറ്റ് എന്താണ്? ഒരു പ്രൊജക്ടൈൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ തറനിരപ്പിൽ നിന്ന് ഒരു ഉയരത്തിലെത്തത്തില്ലേ? അങ്ങനെ ഒരു പ്രൊജക്റ്റിൽ എത്തിച്ചേരുന്ന പരമാവധി ഉയരത്തെയാണ് മാക്സിമം ഹൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണ്, അപ്പോൾ ഒരു പ്രൊജക്ടൈലുമായി ബന്ധപ്പെട്ട് നമ്മൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട വസ്തുതകൾപ്പെട്ട 3 വാക്കുകളാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് പറക്കൽ സമയം, റേഞ്ച് തിരശ്ചീന പരിധി, അതുപോലെ മാക്സിമം ഹൈറ്റ് പരമാവധി ഉയരം. ഈ 3 വാക്കുകളും അതിന്റെ അർത്ഥം പഠിച്ചാൽ മാത്രം പോരാ, അതിന് 3 സമവാക്യങ്ങളും കൂടി ഉണ്ട്. ആ സമവാക്യങ്ങൾ കൂടി പഠിച്ചിരിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സമയമെടുത്ത് സമാധാനത്തിൽ പഠിച്ചാൽ മതി. കാരണം പുതുതായിട്ട് കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ ചെറിയൊരു കൺഫ്യൂഷൻ വരും, പയ്യെ പഠിച്ചാൽ മതി. ഓക്കെ ആണേ, ഈ യു എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിന് നമ്മൾ സൊല്യൂഷൻ ഉണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു ഗ്രാഫിക്കൽ രൂപത്തിലാണ് ഒരു പ്രൊജക്ടൈലിനെ നമ്മൾ വിക്ഷേപിക്കുന്നതെന്ന് സങ്കല്പിക്കുക. ഓക്കെ ആണേ, ഒരു ഗ്രാഫിക്കൽ രൂപത്തിൽ ഇങ്ങനെയല്ലേ ഒരു പ്രൊജക്ടൈൽ പോകുന്നത്? ക്ലിയർ അല്ലേ? ആ പ്രൊജക്ടൈൽ ഇപ്പൊ തുടക്കത്തിലെ സ്റ്റേജാണ് കാണിച്ചിരിക്കുന്നത്, നീണ്ടു പോകുമ്പോഴത്തേക്ക് പരാബോളയാവും. അങ്ങനെ ആ പ്രൊജക്ടൈലിനെ വിക്ഷേപിക്കണമെങ്കിൽ അതിനൊരു പ്രവേഗം വേണ്ടേ? ആ പ്രവേഗത്തെയാണ് യു എന്ന് വിളിക്കുന്നത്. ആ പ്രവേഗത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? യു എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഉറപ്പിച്ചേ. ഈ ഒരു കോണളവിലല്ലേ ഇതിനെ വിക്ഷേപിക്കുന്നത്? കാരണം തറനിരപ്പിലുള്ള ആ കോണളവ്, അതിനെയാണ് വിക്ഷേപണ കോണളവ് അല്ലെങ്കിൽ തീറ്റ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ വിക്ഷേപണ കോണളവാണ് ഏത്? തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ ആണേ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് പിന്നീടും ആവശ്യം വരുന്നതാണ്, ശ്രദ്ധിക്കണേ. ഇങ്ങനെയുള്ള ഈ യുവിനെ നമ്മൾ NCERT ക്ലാസ്സുകളിൽ വെക്ടറിനെ റിസോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആണേ, ഇനി അത് ഓർമ്മയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ യു ആണ് നമ്മുടെ വെക്ടർ എന്ന് വിചാരിക്കുക. ആ യുവും തീറ്റയുമായി ഉണ്ടാക്കുന്ന ആ ഭാഗത്തെ ഇതിനെ യു കോസ് തീറ്റ എന്ന് വിളിക്കും. തീറ്റയുമായി ചേർന്ന് നിൽക്കുന്ന ആ ദൂരത്തെ യു കോസ് തീറ്റ എന്ന് വിളിക്കും. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ദൂരത്തെ യു സൈൻ തീറ്റ എന്ന് വിളിക്കും. ഓക്കെ ആണേ, യു കോസ് തീറ്റയെ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ വെലോസിറ്റി. ഹൊറിസോണ്ടൽ വെലോസിറ്റി, മലയാളം തിരശ്ചീന പ്രവേഗം. ഓക്കെ ആണേ, യു സൈൻ തീറ്റയെ വിളിക്കുന്ന പേരാണ് വെർട്ടിക്കൽ വെലോസിറ്റി, ലംബക പ്രവേഗം. അത് രണ്ടും ക്ലിയർ ആണോ? ഒരു വെക്ടറിനെ വിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ ഒരു വെക്ടർ ഉണ്ട്, ആ വെക്ടറിനെ തീറ്റയുമായി ചേർന്ന് നിൽക്കുന്ന ഭാഗത്തെ യു കോസ് തീറ്റ, കോസ് ചേർത്ത് വിളിക്കുന്നു യു കോസ് തീറ്റ എന്ന്, അല്ലാത്ത ഭാഗത്തെ യു സൈൻ തീറ്റ. വ്യക്തമായേ? മനസ്സിലായേ? ഉറപ്പിച്ചേ? അപ്പൊ യുവിനെ എന്തെന്ന് വിളിക്കാം? തിരശ്ചീന പ്രവേഗം. യുവിനെ എന്തെന്ന് വിളിക്കാം? പ്രവേഗം. യു കോസ് തീറ്റയെ തിരശ്ചീന പ്രവേഗം, യു സൈൻ തീറ്റയെ ലംബക പ്രവേഗം. ഇത് മനസ്സിലായെങ്കിൽ എൻ്റെ കൂടെ ആദ്യത്തെ സമവാക്യം പഠിക്കുകയാണ്. റേഞ്ച് എന്ന് പറയുന്നത് യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. ഒരു പാടുമില്ല, എൻ്റെ കൂടെ പറഞ്ഞേ, യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി, യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. ഓക്കെ ആണേ. ഇനി ഹൈറ്റ് ഓഫ് ദ പ്രൊജക്ടൈൽ, അതായത് മാക്സിമം ഹൈറ്റ് ഓഫ് ദ പ്രൊജക്ടൈൽ കണ്ടുപിടിക്കാൻ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ഓക്കെ ആണേ. ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാൻ 2u സൈൻ തീറ്റ ബൈ ജി. ടൈം ഓഫ് ഫ്ലൈറ്റ് 2u സൈൻ തീറ്റ ബൈ ജി. ക്ലിയർ ആണേ. സോ ഒരു പ്രൊജക്ടൈലുമായി ബന്ധപ്പെട്ട് നമ്മൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട 3 സമവാക്യങ്ങളാണ്. റേഞ്ച് യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി, ഹൈറ്റ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g, ടൈം ഓഫ് ഫ്ലൈറ്റ് 2u സൈൻ തീറ്റ ബൈ ജി. ക്ലിയർ ആണേ. ഫ്രീ ആയിട്ടിരുന്ന് പഠിച്ചോ. യു പ്രവേഗമാണ്, ജി ഗുരുത്വാകർഷണ ത്വരണമാണ്, തീറ്റ വിക്ഷേപണ കോണളവാണ്, തീറ്റ എന്താണെന്ന് നമ്മൾ സൈൻ എന്താണെന്നൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു. ഓക്കെ ആണ്. ഇനി ഈ ചോദ്യത്തിനെ എങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ഉത്തരം ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ ആണേ. ചോദ്യപ്രകാരം ഒരു പ്രൊജക്ടൈലിന്റെ പറക്കൽ സമയം 2 സെക്കൻഡ് ആണ് എന്ന് തന്നിട്ടുണ്ട്. നമ്മളടുത്ത് പരമാവധി ഉയരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണേ.
അതായത് ടൈം ഓഫ് ഫ്ലൈറ്റ് 2 സെക്കൻഡ്. അപ്പോൾ എനിക്ക് എന്താ അറിയാം? ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ അറിയാം. 2u സൈൻ തീറ്റ ബൈ ജി ആണ് 2 സെക്കൻഡ് എന്ന് മനസ്സിലായി. ഓക്കെ ആണേ. ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം ഈ രണ്ടിനെയും ക്യാൻസൽ ചെയ്യുന്നു. യു സൈൻ തീറ്റയുടെ വില ജി എന്ന് കിട്ടുന്നു. ഇമ്പോർട്ടൻ്റ്, അവിടെ കിടക്കട്ടെ. ഓക്കെ ആണേ. ഇനി എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞ? ഹൈറ്റ് അല്ലേ. ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g എന്നല്ലേ. യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? യു ഇൻറ്റു യു. സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. അപ്പോൾ എങ്ങനെ എഴുതിക്കൂടെ? യു സൈൻ തീറ്റ ഇൻറ്റു യു സൈൻ തീറ്റ. കാരണം യു ഇൻറ്റു യു യു സ്ക്വയർ, സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. നമുക്ക് അറിഞ്ഞൂടെ യു സൈൻ തീറ്റയുടെ വില എന്താണ്? ജി. വീണ്ടും യു സൈൻ തീറ്റയുടെ വില നേരത്തെ കണ്ടുപിടിച്ചില്ലേ? ജി ബൈ 2g. ജിയും ജിയും ക്യാൻസൽ ചെയ്താൽ ജി ബൈ 2 എന്ന് ഉത്തരം കിട്ടൂലേ? ഇവിടെ ജിയുടെ വില 10 എന്ന് പറഞ്ഞിട്ടില്ലേ? 10/2 എത്ര മീറ്റർ? 5 മീറ്റർ. ക്ലിയർ ആണേ. ഇതിൽ നിന്ന് ചോദിച്ച +2 നിലവാരത്തിലെ മറ്റൊരു ചോദ്യമാണ്, ഏത് കോണളവിൽ പ്രൊജക്ടൈലിനെ വിക്ഷേപിക്കുമ്പോഴാണ് ലംബക പ്രവേഗവും തിരശ്ചീന പ്രവേഗവും തുല്യമാവുന്നത്? ഏത് കോണളവിൽ, ഓക്കെ ആണേ, ഏത് കോണളവിൽ പ്രൊജക്ടൈലിനെ വിക്ഷേപിക്കുമ്പോഴാണ് ലംബക പ്രവേഗവും തിരശ്ചീന പ്രവേഗവും തുല്യമാകുന്നത്? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചെയ്തു വയ്ക്കുക. എന്താണ് പറഞ്ഞിരിക്കുന്ന? തിരശ്ചീന പ്രവേഗം യു കോസ് തീറ്റ. ഓക്കെ ആണേ. ലംബക പ്രവേഗം യു സൈൻ തീറ്റ. പ്രവേഗം തന്നിട്ടില്ല അവർ. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഈ തീറ്റയുടെ വില സൈനിനും കോസിനും തുല്യമാവുന്നത് ഏതെങ്കിലും ഉണ്ടോ? അതായിരിക്കും ആൻസർ. ഇനി മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടി സൈൻ 0യുടെ വില 0 സൈൻ 30യുടെ വില അരയാണ്. സൈൻ 45ന്റെ വില 1/√2 ആണ്. സൈൻ 60യുടെ വില √3/2 ആണ്. സൈൻ 90യുടെ വില 1 ആണ്. ഓക്കെ ആണേ. ഈ വിലകളെ റിവേഴ്സ് ഓർഡറിൽ എഴുതിയാൽ നിങ്ങൾക്ക് കോസിന്റെ വിലകൾ കിട്ടും. കോസ് 0യുടെ വില 1. കോസ് 90 അല്ലേ? സൈൻ 90 അല്ലേ കോസ് 0 ആയിട്ട് വരുന്ന? അപ്പൊ കോസ് 30യുടെ വില √3/2. കോസ് 45ന്റെ വില 1/√2. കോസ് 60യുടെ വില 1/2. കോസ് 90യുടെ വില 0. ക്ലിയർ ആണോ? ഈ ഒരു ടേബിൾ മനസ്സിലാവുന്ന ഒരാൾക്ക് കാണുമ്പോൾ മനസ്സിലാവത്തില്ലേ? സൈനിൻ്റെയും കോസിൻ്റെയും വിലകൾ തുല്യമാവുന്നത് ഏത് കോണളവിൽ? 45 ഡിഗ്രിയിൽ. അപ്പോൾ ഒരു വസ്തുവിൻ്റെ തിരശ്ചീന പ്രവേഗവും ലംബക പ്രവേഗവും തുല്യമാവുന്നത് ആ വസ്തുവിനെ എത്ര ഡിഗ്രിയിൽ വിക്ഷേപിക്കുമ്പോഴാണ്? 45 ഡിഗ്രിയിൽ വിക്ഷേപിക്കുമ്പോഴാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഈ മെത്തേഡാണ് ഇത് ചെയ്യുന്നത്. ഇതും ഈ അടുത്ത് നടന്ന ഒരു PSC പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇങ്ങനെയാണ്, ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തുക. നമുക്ക് പ്രസ്താവന വായിക്കാം. പ്ലവക്ഷമ ബലം വസ്തുവിന്റെ വ്യാപ്തത്തെ ആശ്രയിക്കുന്നു. പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്ത ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. പ്ലവക്ഷമ ബലം ആ ദ്രാവകത്തിന്റെ സാന്ദ്രതയെ സ്വാധീനിക്കുന്നു. ഓക്കെ ആണേ. അപ്പോൾ ഇതിന്റെ ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ് പ്ലവക്ഷമ ബലം എന്നൊരാൾക്ക് മനസ്സിലാവണ്ടേ? പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ ബോയന്റ് ഫോഴ്സ് എന്നാണ് അർത്ഥം. ഓക്കെ ആണേ. ബോയന്റ് ഫോഴ്സ് അതായത് ഞാനൊരു തൊട്ടി എടുത്ത് കിണറ്റിലേക്ക് ഇടുന്നു, തൊട്ടി താഴേക്ക് പോകുന്നു, തൊട്ടിയിലേക്ക് വെള്ളം കയറുന്നു, വെള്ളം കയറി തൊട്ടി വീണ്ടും എന്ത് ചെയ്യുന്നു? ജലനിരപ്പിൽ നിന്ന് താഴേക്ക് പോകുന്നു. ഇനി തിരിച്ച് ആ ജലത്തിന്റെ നിരപ്പ് വരെ ഉയർത്തുന്ന സമയത്ത് നമുക്ക് വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നില്ല? ആയാസം തോന്നാറില്ല. അതെന്തുകൊണ്ടായിരിക്കും? അത് വെള്ളത്തിലിരുന്ന സമയത്ത്, തൊട്ടി വെള്ളത്തിലിരുന്ന സമയത്ത് വെള്ളം തൊട്ടിയിലേക്ക് താഴെ നിന്ന് മുകളിലേക്ക് ഒരു ബലം പ്രയോഗിച്ചു. ആ ബലത്തെ വിളിക്കുന്ന പേരാണെന്ത്? പ്ലവക്ഷമ ബലം. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ എങ്ങനെ പറയാം? ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ മുകളിലോട്ടൊരു ബലം പ്രയോഗിക്കുന്നതാണ് ഏത് ബലം? പ്ലവക്ഷമ ബലം. ക്ലിയർ ആണേ. അപ്പൊ അവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാം? പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് താഴെ നിന്ന് മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ്. അതുകൊണ്ട് തന്നെ പ്ലവക്ഷമ ബലത്തെ അപ്ത്രസ്റ്റ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ ആണേ. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? ദ്രാവകത്തിന്റെ സാന്ദ്രത, വസ്തുവിന്റെ വ്യാപ്തം. ദ്രാവകത്തിന്റെ സാന്ദ്രത, വസ്തുവിന്റെ വ്യാപ്തം. ഡെൻസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ്, അതേസമയം വോളിയം ഓഫ് ദി ഒബ്ജക്റ്റ്. ക്ലിയർ ആണോ? ദ്രാവകത്തിന്റെ സാന്ദ്രതയും വസ്തുവിന്റെ വ്യാപ്തവും. അപ്പോൾ ഈ ചോദ്യപ്രകാരം പ്ലവക്ഷമ ബലം വസ്തുവിന്റെ വ്യാപ്തത്തെ ആശ്രയിക്കുന്നു. അത് ശരിയാണ്. പ്ലവക്ഷമ ബലം ആ ദ്രാവകത്തിന്റെ സാന്ദ്രതയെ സ്വാധീനിക്കുന്നു. ശരിയാണ്.
ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വസ്തുത, ഈ ദ്രാവകത്തിന്റെ സാന്ദ്രത കൂടിയാലും വസ്തുവിന്റെ വ്യാപ്തം കൂടിയാലും പ്ലവക്ഷമ ബലം എന്ത് ചെയ്യും? കൂടും. അതിന്റെ അർത്ഥം എന്താണ്? ഇവരെന്ത് അനുപാതത്തിൽ? നേരനുപാതത്തിൽ. അതായത് ദ്രാവകത്തിന്റെ സാന്ദ്രതയും പ്ലവക്ഷമ ബലവും നേരനുപാതത്തിൽ, വസ്തുവിന്റെ വ്യാപ്തവും പ്ലവക്ഷമ ബലവും എന്തനുപാതത്തിൽ? നേരനുപാതത്തിൽ. ക്ലിയർ ആണ്? ഇവർ രണ്ടുപേരും എന്തനുപാതത്തിലാണ്? നേരനുപാതത്തിലാണ്. ക്ലിയർ ആണ്? ഇനി ഒരു പ്രസ്താവനയും കൂടെ നമുക്ക് പരിശോധിക്കാനില്ലേ? അതിലേക്ക് നമുക്ക് കടക്കാം. അതിലേക്ക് കടക്കാൻ നമ്മളെ സഹായിക്കുന്ന എന്താണെന്നറിയോ? ആർക്കിമിഡിസ് തത്വമാണ്. ഓക്കെ ആണേ? ആർക്കിമിഡിസ് തത്വം. എന്താണ് ആർക്കിമിഡിസ് തത്വം പറയുന്നത്? ആർക്കിമിഡിസ് തത്വം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പാത്രത്തിൽ വെള്ളമുണ്ട് എന്ന് സങ്കല്പിക്കുക. ആ പാത്രത്തിലേക്ക് ഒരു വസ്തു വന്ന് വീഴുന്നെന്ന് സങ്കല്പിക്കുക. ഓക്കെ ആണേ? അപ്പൊ പാത്രത്തിൽ വെള്ളമുണ്ട്, വസ്തു വന്ന് വീഴുന്നുണ്ട്. ഞാൻ മറ്റൊരു പാത്രത്തിന്റെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ വസ്തു വന്ന് ഈ പാത്രത്തിലേക്ക് വീഴുമ്പോൾ ഇതിൽ നിന്ന് കുറേ ജലം പുറത്തേക്ക് പോകില്ലേ? ആർക്കിമിഡിസ് പറഞ്ഞ എന്താണെന്നറിയോ? ഒരു വസ്തു ആ ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ, ഓക്കെയാണ്, ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ദ്രവം വസ്തുവിലേക്ക് താഴെ നിന്ന് മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കൂലേ? അതാണ് ഏത് ബലം? പ്ലവക്ഷമ ബലം. ഓക്കെയാണ്? ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ദ്രവം വസ്തുവിലേക്ക് ഒരു ബലം പ്രയോഗിക്കൂലേ? ആ ബലത്തെ വിളിക്കുന്ന പേരാണ് പ്ലവക്ഷമ ബലം. ആർക്കിമിഡിസ് പറഞ്ഞത്, ഈ പ്ലവക്ഷമ ബലം നമ്മൾ അളന്ന് നോക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. ഇവിടുന്ന് കുറച്ച് വെള്ളം പുറത്തേക്ക് പോയില്ലേ? അതാണ് ആദേശം ചെയ്ത ദ്രവം എന്ന് പറയുന്നത്. ഓക്കെയാണ്? ആദേശം ചെയ്ത ദ്രവം, അതായത് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറയും. അങ്ങനെ ആദേശം ചെയ്ത ദ്രവം ഒരു ബീക്കറിൽ എടുത്തിട്ട് അതിന്റെ ഭാരം നമ്മൾ അളന്ന് നോക്കിയാൽ ഈ പ്ലവക്ഷമ ബലവും ആദേശം ചെയ്ത ദ്രവത്തിന്റെ ഭാരവും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇതാണ് ആർക്കിമിഡിസ് പറഞ്ഞത്. അപ്പൊ എന്താണ് പറഞ്ഞത്? പ്ലവക്ഷമ ബലം ആ വസ്തു ആദേശം ചെയ്ത ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. എപ്പോ? ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം ആ വസ്തു ആദേശം ചെയ്ത ദ്രാവകത്തിന്റെ ഭാഗത്തിന് തുല്യമായിരിക്കും. ആ വസ്തു ആദേശം ചെയ്ത ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ദ്രാവകം ആയാലും ദ്രവം ആയാലും നമുക്ക് പറയാൻ പറ്റും. കാരണം പ്ലവക്ഷമ ബലം ഒരേ സമയം ദ്രാവകങ്ങളിലും അനുഭവപ്പെടാറുണ്ട്, വാതകങ്ങളിലും അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് ദ്രവബലമാണ് പ്ലവക്ഷമ ബലം. ക്ലിയർ ആണേ? അപ്പൊ നിങ്ങൾ നോക്കിയേ, മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരത്തിന് എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് ഈ ചോദ്യപ്രകാരം ഇവയെല്ലാം ശരി എന്നുള്ളതാണ് ആൻസർ. നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ഇതാണ് ചോദ്യം. 15 സെന്റിമീറ്റർ വക്രത ആരമുള്ള ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ മുൻപിൽ 10 സെന്റിമീറ്റർ ദൂരത്തിൽ ഒരു വസ്തു സ്ഥിതി ചെയ്യുന്നുവെങ്കിൽ അതിന്റെ പ്രതിബിംബത്തിന്റെ സ്ഥാനം ഡാഷ് ആയിരിക്കും. അപ്പോൾ 15 സെന്റിമീറ്റർ വക്രത ആരമുള്ള ഒരു കോൺകേവ് ദർപ്പണത്തിന് മുൻപിൽ 10 സെന്റിമീറ്റർ ദൂരത്തിൽ ഒരു വസ്തു സ്ഥിതി ചെയ്യുന്നുവെങ്കിൽ അതിന്റെ പ്രതിബിംബത്തിന്റെ സ്ഥാനം ഡാഷ് ആയിരിക്കും. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണ്? ഇതിന്റെ ആൻസർ നമ്മൾ നേരത്തെ പോലെ അവസാനം കണ്ടുപിടിക്കാം. എന്താണ് ഈ ചോദ്യം പറയുന്നത്? പ്രതിബിംബത്തിന്റെ സ്ഥാനം ഡാഷ് ആയിരിക്കും, എത്ര അകലത്തിലായിരിക്കും എന്നാണ്. ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ ദർപ്പണ സമവാക്യവുമായി ബന്ധപ്പെട്ടതാണ്. ദർപ്പണ സമവാക്യവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് ദർപ്പണ സമവാക്യം? ദർപ്പണ സമവാക്യം എന്ന് പറയുന്നത് 1/f is equal to 1/v plus 1/u എന്നതാണ്. ഓക്കെ ആണേ? 1/f is equal to 1/v plus 1/u. 1/f is equal to 1/v plus 1/u. അപ്പോൾ ഒരാൾ അറിഞ്ഞിരിക്കേണ്ട എന്താണ് u? ശ്രദ്ധിക്കണേ, ഇതൊരു മിറർ ആണ് എന്ന് സങ്കല്പിക്കുക. ഇതൊരു കോൺകേവ് മിറർ ആണ്. മിറർ രണ്ടും ആവാം. ഞാൻ കോൺകേവ് മിററാണ് വരച്ചിരിക്കുന്നത്. കോൺകേവ് മിററിന്റെ ഈ പോയിന്റിനെ പോൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ആണേ? ആ പോള് മുതൽ എവിടെയാണോ വസ്തു സ്ഥിതി ചെയ്യുന്നത് ആ വസ്തു വരെയുള്ള ദൂരത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? യു എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണേ? ഇവിടെയാണ് പ്രതിബിംബം ലഭിച്ചതെന്ന് വിചാരിച്ചോ. പോള് മുതൽ പ്രതിബിംബം വരെയുള്ള ദൂരത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? വി എന്ന് വിളിക്കുന്നത്. ഇവിടെയാണ് ഫോക്കസ് എന്ന് വിചാരിച്ചോ. ഫോക്കസ്, പോള് മുതൽ ഫോക്കസ് വരെയുള്ള ദൂരമാണ് എന്ത്? ഫോക്കസ് ദൂരം. ക്ലിയർ ആണോ? അപ്പൊ പോള് മുതൽ വസ്തു വരെയുള്ള ദൂരം യു, പോള് മുതൽ പ്രതിബിംബം വരെയുള്ള ദൂരം വി, പോള് മുതൽ ഫോക്കസ് വരെയുള്ള ദൂരം ഫോക്കസ് ദൂരം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതാണ് ദർപ്പണ സമവാക്യം. ഓക്കെ ആണേ? ഈ ദർപ്പണ സമവാക്യം ആയാലും അല്ലെങ്കിൽ ദർപ്പണവും ലെൻസും ആയാലും ഇവിടെയൊക്കെ നമുക്ക് ചിഹ്നങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് പോസിറ്റീവ് ആവാൻ ദൂരങ്ങൾ, നെഗറ്റീവ് ആവാൻ ദൂരങ്ങൾ. അതിനു വേണ്ടി നമ്മൾ സമീപിക്കുന്നതാണ് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്നരീതി. ന്യൂ കാർട്ടീഷ്യൻ ചിഹ്നരീതി. ന്യൂ കാർട്ടീഷ്യൻ ചിഹ്നരീതി. ഓക്കെ അല്ലേ? ഞാൻ ബേസ് ആയിട്ടൊന്ന് പറയാണ്. ഈ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്നരീതി പ്രകാരം പ്രകാശം സഞ്ചരിക്കേണ്ടത് ഇടത്തു നിന്ന് വലത്തേക്കാണ്. പ്രകാശം സഞ്ചരിക്കേണ്ടത് എവിടെ നിന്നാണ്? ഇടത്തു നിന്ന് വലത്തേക്ക്. മിറർ ആണെങ്കിൽ എല്ലാ അളവും രേഖപ്പെടുത്തേണ്ടത് പോളിൽ നിന്നാണ്. മിറർ ആണെങ്കിൽ എല്ലാ അളവും രേഖപ്പെടുത്തേണ്ടത് പോളിൽ നിന്നാണ്. പോളിൽ നിന്ന് ഇടത്തേക്ക് അളക്കുന്നതെല്ലാം നെഗറ്റീവായിട്ടും
വലത്തേക്ക് അളക്കുന്നതെല്ലാം പോസിറ്റീവുമായാണ് രേഖപ്പെടുത്തേണ്ടത്. പോളിൽ നിന്ന് ഇടത്തേക്ക് അളക്കുന്നതെല്ലാം നെഗറ്റീവ്, പോളിൽ നിന്ന് വലത്തേക്ക് അളക്കുന്നതെല്ലാം പോസിറ്റീവ്. ക്ലിയർ ആണേ? അപ്പൊ ജസ്റ്റ് ആയിട്ടൊന്ന് പറയാണ്, ന്യൂ കാർട്ടീഷ്യൻ ചിഹ്നരീതി എന്ന് പറഞ്ഞാൽ പ്രകാശം സഞ്ചരിക്കുന്ന ഇടത്ത് നിന്ന് വലത്തേക്കായി കണക്കാക്കുന്നു. ഇവിടെ മിറർ ആണെങ്കിൽ നമ്മൾ അളക്കേണ്ടതെല്ലാം പോളിൽ നിന്നാണ്. പോളിന്റെ ലെഫ്റ്റിലേക്ക് പോയാൽ നെഗറ്റീവും റൈറ്റിലേക്ക് പോയാൽ പോസിറ്റീവുമാണ്. ക്ലിയർ ആണേ? അറിഞ്ഞിരിക്കേണ്ട വസ്തുത, സാധാരണഗതിയിൽ വസ്തു എപ്പോഴും ദർപ്പണത്തിന്റെ ഇടതുവശത്താണ് സ്ഥിതി ചെയ്യുന്നത്. സാധാരണഗതിയിൽ വസ്തു എപ്പോഴും ദർപ്പണത്തിന്റെ ഇടതുവശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇടത്തോട്ട് എന്ന് പറഞ്ഞാൽ പോളിന്റെ ഇടത്തോട്ടായോണ്ട് ക്ലിയർ ആണേ, അത് നെഗറ്റീവ് ആയിട്ട് എടുക്കും. അപ്പൊ യുവിന്റെ വില എന്തായിരിക്കും? നെഗറ്റീവ്. ഈ ചോദ്യപ്രകാരം ദർപ്പണത്തിന്റെ മുൻപിൽ 10 സെന്റിമീറ്റർ ദൂരത്തിൽ വസ്തു സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വസ്തുവിലേക്കുള്ള ദൂരം ഇവിടെ എത്രയാണ്? -10 ആണ് നൽകിയിരിക്കുന്നത്. ഓക്കെ ആണോ? ഇനി അപ്പൊ യുവിന്റെ വില നെഗറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഉറപ്പിച്ചേ. ഇനി ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, ഓക്കെ ആണ്, ഞാൻ ഈ വരച്ചിരിക്കുന്ന ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഇതൊരു കോൺകേവ് മിറർ ആണെന്ന്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ആ കോൺകേവ് മിററിൽ ഫോക്കസ് എന്ന പോയിന്റ് പോളിന്റെ ഇടതുവശത്താണോ വലതുവശത്താണോ? ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് പറയണേ, ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കോൺകേവ് ദർപ്പണത്തിൽ ഫോക്കസ് എന്ന പോയിന്റ് ദർപ്പണത്തിന്റെ ഏത് വശത്താണ്? ഇടതുവശത്താണ്. അതായത് കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എപ്പോഴും എന്താണ്? നെഗറ്റീവ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കുന്ന വഴികളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഒരു കോൺകേവ് ദർപ്പണത്തിൽ ഫോക്കസ് ഇടതുവശത്താണ്, കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എന്തായിരിക്കും? നെഗറ്റീവ്. അപ്പൊ 2 പോയിന്റ് ആയേ. ഈ ചിത്രം ഒന്നുകൂടെ നിങ്ങൾ നോക്കിക്കേ. ഇവിടെ ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്, അതായത് ഞാൻ ഈ ഓറഞ്ച് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതല്ലേ ഇവിടുത്തെ പ്രതിബിംബം? ഓക്കെ ആണേ? ഇവിടെ പ്രതിബിംബം എങ്ങനെയാണ് ഇരിക്കുന്നത്? തലതിരിഞ്ഞല്ലേ? നമുക്കറിയാം യഥാർത്ഥ പ്രതിബിംബം എപ്പോഴും എന്തായിരിക്കും? തലകീഴായതായിരിക്കും. മിഥ്യാ പ്രതിബിംബം എപ്പോഴും എന്തായിരിക്കും? നിവർന്നതായിരിക്കും. അപ്പൊ ഇവിടുന്ന് എന്താണ് നമുക്ക് മനസ്സിലാവുന്ന അടുത്ത കാര്യം? ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ദർപ്പണത്തിൽ യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുന്നത് ഇടതുവശത്തും മിഥ്യാ പ്രതിബിംബം രൂപപ്പെടുന്നത് വലതുവശത്തും. ക്ലിയർ ആണേ? ഒരു ദർപ്പണത്തിൽ യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുന്നത് ഇടതുവശത്തും മിഥ്യാ പ്രതിബിംബം രൂപപ്പെടുന്നത് വലതുവശത്തും. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായേ? അപ്പം ദർപ്പണം എന്നാണ് ചോദ്യം പറയുന്നതെങ്കിൽ യഥാർത്ഥ പ്രതിബിംബം എപ്പോഴും ഏത് വശത്തായിരിക്കും? ഇടതുവശത്തായിരിക്കും. ആ ദൂരം നിങ്ങൾ എന്തായിട്ട് എടുക്കണം? നെഗറ്റീവ് ആയിട്ട് എടുക്കണം. മിഥ്യാ പ്രതിബിംബം എന്ന് പറയുന്നത് വലതുവശത്തായിരിക്കും. ആ ദൂരം എന്തായിട്ട് എടുക്കണം? പോസിറ്റീവ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ചോദ്യത്തിൽ എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നതെന്ന് വെച്ച് നമുക്ക് ഈ ചോദ്യം ഒന്ന് പൂർത്തീകരിക്കാം. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 15 സെന്റിമീറ്റർ വക്രത ആരമുള്ള ഒരു കോൺകേവ് ദർപ്പണം എന്നാണ്. ശ്രദ്ധിക്കണേ, 15 സെന്റിമീറ്റർ വക്രത ആരം എന്ന് പറഞ്ഞാൽ ആറിന്റെ വില 15 സെന്റിമീറ്റർ നൽകിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 6 എന്ന് പറയുന്നത് ഫോക്കസ് ദൂരത്തിന്റെ ഇരട്ടിയായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം എന്ന് പറയുന്നത് ഫോക്കസ് ദൂരത്തിന്റെ ഇരട്ടിയായിരിക്കും. ക്ലിയർ ആണേ? അപ്പൊ ഇവിടുന്ന് മനസ്സിലാവുന്ന കാര്യം എന്താണെന്നറിയോ? എഫിന്റെ ഇരട്ടിയാണ് 6. പക്ഷേ ഇത് ഏത് മിററാണ്? കോൺകേവ് മിററാണ്. ആ കോൺകേവ് മിററിന്റെ എഫ് എന്താണ്? നെഗറ്റീവ് ആണ്. ഓക്കെ ആണോ? കോൺകേവ് മിററിന്റെ എഫ് നെഗറ്റീവ് ആണെങ്കിൽ ഇവിടുത്തെ 6 എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ എന്തെല്ലാം ഉൾക്കൊള്ളിച്ച് വരുമ്പോഴാണ് ഈ ചോദ്യം പൂർണ്ണമാവുന്നതെന്ന് മനസ്സിലാക്കിക്കോണം. കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം നെഗറ്റീവ് ആണ്. ഫോക്കസ് ദൂരത്തിന്റെ ഇരട്ടിയായിട്ടുള്ള വക്രത ആരം അപ്പൊ എന്തായിരിക്കണം? നെഗറ്റീവ്. ഇത്രയും മനസ്സിലായോ? ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വി ആണ്. കാരണം പ്രതിബിംബത്തിന്റെ സ്ഥാനമാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണേ? നമുക്ക് ദർപ്പണ സമവാക്യം അറിയാം. 1/f is equal to 1/v plus 1/u ആണ്. പക്ഷെ ഈ ചോദ്യത്തിൽ എഫ് തന്നിട്ടില്ല. തന്നിട്ടില്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. കാരണം r is equal to 2f. ആറിന്റെ വില -15 സെന്റിമീറ്റർ, അത് 2f തുല്യമാണ്. സോ എഫിന്റെ വില എത്രയായിരിക്കും? -15/2 -7.5 സെന്റിമീറ്റർ. ക്ലിയർ ആണോ പറഞ്ഞത്? -7.5 സെന്റിമീറ്റർ. ഉറപ്പിച്ചേ. നിങ്ങൾക്ക് 15/2 എന്നോ 7.5 എന്നോ വില ഇടാം. -7.5 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കിക്കേ, എഫ് ഉണ്ട്, യു ഉണ്ട്. നിങ്ങൾക്ക് വി കണ്ടുപിടിച്ചാൽ പോരെ? എങ്ങനെ കണ്ടുപിടിക്കാം? 1/f എന്ന് പറയുന്നത് -7.5 സെന്റിമീറ്റർ. 1/v ആണ് കണ്ടെത്തേണ്ടത്. പ്ലസ് 1/u. ഓക്കെ അല്ലേ? 1/-10. ഇത്രയും കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ ഇവിടുന്ന് 1/v എങ്ങനെ എഴുതാം? 1/v കണ്ടെത്താൻ 1/-7.5. ശ്രദ്ധിക്കണേ, ഈ പ്ലസ് ഓക്കെ അല്ലേ? ഈ 1/-10 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? 1/10 അല്ലേ ആവുന്നത്? 1/10. ക്ലിയർ അല്ലേ?
ഇവിടെ ഏതാണ്ട് ഈ പ്ലസും ഈ മൈനസും കൂടെ ചേർന്ന് അവിടെ എന്താവും? മൈനസ് ആവും. ആ മൈനസ് ഇപ്പുറത്ത് പോകുമ്പോൾ എന്താവും? പ്ലസ് ആവും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? ഈ 10 ഇവിടെ വരും. 10 മൈനസ് 7.5 ബൈ, ക്ലിയർ ആണ്, 10 മൈനസ് 7.5 ബൈ മൈനസ് 7.5 ഇൻറ്റു 10. അങ്ങനെയല്ലേ? ഇങ്ങനെയല്ലേ കിട്ടുന്ന സമവാക്യം? അപ്പൊ എങ്ങനെ എഴുതാം? 10ൽ നിന്ന് 7 കുറച്ച് എത്ര? 2.5 അല്ലേ? മൈനസ് 7.5 ഇൻറ്റു 10. ഓക്കെ അല്ലേ? ഈ 2.5 ആയാലും 7.5 ആയാലും നമ്മൾ ഡെസിമൽ കണക്കാക്കിയില്ലെങ്കിൽ അത് 25ഉം 75ഉം അല്ലേ? 25 5ൽ എത്ര തവണ പോവും? 5 തവണ. 75 എത്ര തവണ പോവും? 15 തവണ. ഓക്കെ അല്ലേ? രണ്ടും കോമൺ ഡെസിമൽ അല്ലേ? അപ്പോൾ 5ഉം 15ഉം എത്രയാവും? 3 ആവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 മൈനസ് 30 എന്ന് കിട്ടും. വിയുടെ വില മൈനസ് 30 സെന്റിമീറ്റർ എന്ന് കിട്ടൂലേ? മൈനസ് 30 സെന്റിമീറ്റർ എന്ന് കിട്ടത്തില്ലേ? ക്ലിയർ ആണേ? അപ്പൊ മറ്റൊരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഈ അടുത്ത് തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. വളരെ ലളിതമായിട്ടുള്ള ചോദ്യമാണ്. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബത്തെ യഥാർത്ഥ പ്രതിബിംബമെന്നും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്ത പ്രതിബിംബത്തെ മിഥ്യാപ്രതിബിംബം എന്നാണ് വിളിക്കുന്നത്. ഒന്നുകൂടെ, സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബത്തെ യഥാർത്ഥ പ്രതിബിംബമെന്നും അതുപോലെ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്ത പ്രതിബിംബത്തെ മിഥ്യാപ്രതിബിംബമാണെന്ന് വിളിക്കുന്നു. ഓക്കെ ആണേ? തെറ്റിക്കരുത്. സ്ക്രീനിൽ പതിക്കാൻ കഴിയാത്ത പ്രതിബിംബത്തെ എന്തെന്ന് വിളിക്കുന്നു? മിഥ്യാപ്രതിബിംബം എന്ന് വിളിക്കുന്നു. ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക, യഥാർത്ഥ പ്രതിബിംബം എപ്പോഴും തലകീഴായതും മിഥ്യാപ്രതിബിംബം എപ്പോഴും നിവർന്നതുമായിരിക്കും. അപ്പൊ യഥാർത്ഥ പ്രതിബിംബം എന്തായിരിക്കും? തലകീഴായതും മിഥ്യാപ്രതിബിംബം എപ്പോഴും എന്തുമായിരിക്കും? നിവർന്നതുമായിരിക്കും. മറ്റൊരു ചോദ്യം നോക്കാം. ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ്. ഇതിന് കാരണമെന്ത്? ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ പരിശോധിക്കുമ്പോൾ ഭൂമിയുടെ ആകൃതി, സൂര്യന്റെ മാസ്, ഭൂമിയുടെ മാസ്, ചന്ദ്രന്റെ മാസ്. ഇതിന്റെ ആൻസർ എന്താണെന്നറിയോ? ഭൂമിയുടെ ആകൃതിയാണ്. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണെന്നുള്ളത്. എന്താണ് ഭൂഗുരുത്വ ത്വരണം? ഭൂ എന്ന ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ അത് ഭൂമിയുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഗുരുത്വ ത്വരണമെന്നേ വരാറുള്ളൂ. അപ്പൊ ഈ ഭൂമി ഒരു വസ്തുവിനെ ആകർഷിക്കുന്ന സമയത്ത് ആ വസ്തുവിന് എന്തുണ്ട്? ഒരു ത്വരണമുണ്ട്. ആ ത്വരണത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഭൂഗുരുത്വ ത്വരണം അല്ലെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബൈ എർത്ത് എന്ന് പറയുന്നത്. ഓക്കെ ആണ്? അപ്പൊ ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ എവിടേക്ക് ആകർഷിക്കുന്നു? കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഈ ആകർഷണ ബലം കാരണം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ത്വരണത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഭൂഗുരുത്വ ത്വരണം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണ്? ഈ ഭൂഗുരുത്വ ത്വരണം കണ്ടെത്താനുള്ള സമവാക്യമാണ് G=gm/r² എന്ന് പറയുന്നത്. ഓക്കെ ആണ്? ഭൂഗുരുത്വ ത്വരണം കണ്ടെത്താനുള്ള സമവാക്യമാണ് G=gm/r². ഇവിടുന്ന് നമുക്ക് മുമ്പ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ ജിയുടെ വിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏത് എന്നുള്ളത്. ജിയുടെ വിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കണേ, ഈ എമ്മിന്റെ സഫിക്സ് ആയി ടിയും ആറിന്റെ സഫിക്സ് ആയി ടി ഇട്ടാൽ മതി. അപ്പൊ എമ്മിന്റെയും ആറിന്റെയും സഫിക്സ് ആയി ഇ ഇടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ജിയുടെ വിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഭൂമിയുടെ പിണ്ഡവും ഭൂമിയുടെ ആരവും. ജിയുടെ വിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഭൂമിയുടെ പിണ്ഡവും ഭൂമിയുടെ ആരവും. ക്ലിയർ ആണേ? എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ ലെറ്റർ ജി അത് കണക്കാക്കത്തത് എന്ന് ചോദിച്ചാൽ, ക്യാപിറ്റൽ ലെറ്റർ ജി എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ മലയാളമാണ് ഗുരുത്വാകർഷണ സ്ഥിരാങ്കം. ഓക്കെ ആണേ? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം. ആ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെയല്ലേ, കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വില എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. സോ ജിയുടെ വിലയെ സ്വാധീനിക്കാൻ അയാൾക്ക് കഴിയില്ല. എന്നിരുന്നാലും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക, ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യമാണ് 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഓക്കെ ആണേ? 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. അപ്പൊ ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം അത് സ്ഥിരാങ്കമാണ്, പേര് പോലെ തന്നെ. അത് എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. അതുകൊണ്ട് തന്നെ ഭൂഗുരുത്വ ത്വരണത്തെ, അതായത് ചെറിയ ജിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ആരൊക്കെ? ഭൂമിയിലാണെങ്കിൽ ഭൂമിയുടെ പിണ്ഡവും ഭൂമിയുടെ ആരവും. ക്ലിയർ ആണേ? ഇനി നമുക്കറിയാം ഭൂമി ഒരു പെർഫെക്റ്റ് സ്പിയർ അല്ല. ഓക്കെ അല്ലേ? ജിയോയിഡ് ഷേപ്പാണ്. ആ ജിയോയിഡ് ഷേപ്പ് നിമിത്തമാണ് ജിയുടെ വില പല സ്ഥലങ്ങളിൽ പലതായി മാറുന്നത്. അതാണ് ഈ ചോദ്യത്തിന്റെ ആൻസർ എങ്ങനെ വന്നത്? ഭൂമിയുടെ ആകൃതി എന്ന്. നമുക്കറിയാം ഭൂമിയുടെ ആകൃതി ഒരു ജിയോയിഡ് ഷേപ്പാണ്. ഈ ഭാഗങ്ങളെ നമ്മൾ ധ്രുവപ്രദേശം എന്ന് വിളിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ഭൂമധ്യരേഖ കണക്കാക്കാറുണ്ട്. അവിടെ എന്തുണ്ട്? ഭൂകേന്ദ്രമുണ്ട്. ക്ലിയർ ആണേ? ഇനി ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് തൽക്കാലം സങ്കല്പിക്കുക. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഈ ആരമില്ലേ? ഇത് എങ്ങോട്ടുള്ള ആരം? ഇതാണ് ധ്രുവപ്രദേശത്തേക്കുള്ള ആരം, അല്ലെങ്കിൽ പോളാർ റേഡിയസ് എന്ന് പറയാം. ഇതാണ് ഭൂമധ്യരേഖാ പ്രദേശത്തോട്ടുള്ള ആരം. ഓക്കെ ആണേ? ആർ ഇ നമുക്ക് പറയാം.
ഓക്കെ ആണ്. അപ്പൊ ആർ പി പോളാർ റേഡിയസ്, ആർ ഇക്വറ്റോറിയൽ റേഡിയസ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? പോളാർ റേഡിയസ് അല്ലെങ്കിൽ ധ്രുവ പ്രദേശത്തോട്ടുള്ള ആരം ഭൂമധ്യരേഖാ പ്രദേശത്തേക്കുള്ള ആരത്തേക്കാൾ എന്താണ്? കുറവാണ്. ഓക്കെ ആണോ? പോളാർ ധ്രുവ പ്രദേശത്തേക്കുള്ള ആരം ഭൂമധ്യരേഖാ പ്രദേശത്തേക്കാൾ കുറവാണ്. ഓക്കെ ആണേ? ക്ലിയർ ആണേ? അതെന്തുകൊണ്ടാണ്? ഭൂമിയുടെ ആകൃതി നിമിത്തം. അപ്പോ ഈ സമവാക്യത്തിൽ ഈ റേഡിയസ് കിടക്കുന്നത് എവിടെയാണ്? അംശത്തിലാണോ ഛേദത്തിലാണോ? ഛേദത്തിലാണ്. ഇനി നമുക്കൊരു കാര്യം അറിയാം. ഛേദത്തിൽ കിടക്കുന്ന ഒരു വില കൂടുന്തോറും ടോട്ടൽ വില എന്ത് ചെയ്യും? കുറയും. ഛേദത്തിൽ കിടക്കുന്ന വില കുറയും തോറും ടോട്ടൽ വില എന്ത് ചെയ്യും? കൂടും. അപ്പോ എവിടെയാണോ ആരം കുറവുള്ളത് അവിടെ ജിയുടെ മൂല്യം എന്തായിരിക്കും? കൂടുതൽ. എവിടെയാണോ ആരം കൂടുതലുള്ളത് അവിടെ ജിയുടെ മൂല്യം കുറവ്. അപ്പൊ എങ്ങനെ പറയാം? ധ്രുവ പ്രദേശത്തെ ആരം കുറവായതിനാൽ ജിയുടെ മൂല്യം ധ്രുവ പ്രദേശത്ത് കൂടുതലാണ്. ഭൂമധ്യരേഖാ പ്രദേശത്തെ ആരം കൂടുതലായതിനാൽ ഭൂമധ്യരേഖാ പ്രദേശത്തെ ജിയുടെ മൂല്യം കുറവാണ്. ഇതിന് കാരണം ആരാണ്? ഭൂമിയുടെ ആകൃതിയാണ്. ക്ലിയർ ആണോ? അതാണ് ആ ചോദ്യത്തിന് ഉത്തരം എന്ത് വന്നത്? ഭൂമിയുടെ ആകൃതി. ക്ലിയർ ആണേ? അപ്പൊ എന്ത് പറയാം? ഭൂഗുരുത്വാകർഷണ ത്വരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഭൂമിയുടെ പിണ്ഡവും ഭൂമിയുടെ ആരവും. ക്ലിയർ ആണേ? ഉറപ്പിച്ചേ. അതുപോലെ ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഏത് ഭാഗത്താണ്? ധ്രുവ പ്രദേശത്താണ്. അവിടുത്തെ ജിയുടെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത് 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ടാണ്. ക്ലിയർ ആണ്? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ധ്രുവ പ്രദേശത്തെ ആരം കുറവായതുകൊണ്ട് അവിടെ ജിയുടെ മൂല്യം എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഗുരുത്വാകർഷണ ത്വരണം ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഭൂമധ്യരേഖാ പ്രദേശം. കാരണം അവിടെ ഭൂമധ്യരേഖാ പ്രദേശത്തോടുള്ള ആരം എന്താണ്? കൂടുതലാണ്. അവിടെ ജിയുടെ മൂല്യം എത്ര? 9.78. ഇതിന്റെ ശരാശരി മൂല്യമായിട്ടുള്ള 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ജിയുടെ മൂല്യമായി നമ്മൾ പലപ്പോഴും കണക്കാക്കാറുള്ളത്. അല്ലെങ്കിൽ നമുക്ക് എന്തും എടുക്കാം, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ വസ്തുവിന് എല്ലാ ഭാഗത്തു നിന്നും ആകർഷണ ബലമില്ലേ? അതുകൊണ്ട് തന്നെ ഭൂമിയുടെ കേന്ദ്രത്തിൽ ജിയുടെ മൂല്യം എത്രയായി കണക്കാക്കുന്നു? 0 കണക്കാക്കുന്നു. ഭൂമിയുടെ കേന്ദ്രത്തിൽ ജിയുടെ മൂല്യം എത്രയായിട്ട് കണക്കാക്കുന്നു? 0 കണക്കാക്കുന്നു. അതുപോലെ മുമ്പ് നടന്ന ഒരു +2 നിലവാരത്തിലെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന്, ശ്രദ്ധിക്കണേ, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉയരം കൂടുന്തോറും ജിയുടെ മൂല്യത്തിന് എന്ത് സംഭവിക്കുന്നു? ആഴം കൂടുന്തോറും ജിയുടെ മൂല്യത്തിന് എന്ത് സംഭവിക്കുന്നു? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉയരം കൂടിയാലും ഹൈറ്റ് കൂടിയാലും ഡെപ്ത് കൂടിയാലും ആഴം കൂടിയാലും ജിയുടെ മൂല്യം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉയരം കൂടിയാലും ആഴം കൂടിയാലും ജിയുടെ മൂല്യം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ ചോദ്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റു ചോദ്യങ്ങളുമായി മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം.